ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി തന്നെ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ഒരു ഹാലലുയ പറഞ്ഞാലും അനേക നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനൊക്കെ മറുപടി കർത്താവ് നൽകി തരാനായിട്ട് പോവുകയാണ്. എന്താ പറയുക, ഒരു ബഡ് വിരിഞ്ഞു വരുന്നത് പോലെ, ഒരു പുഷ്പമായി തീരുന്നത് പോലെ ഇങ്ങനെ കൂമ്പി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന പോലെ കർത്താവ് എന്തൊക്കെയോ തുറന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോവുകയാണ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസർ, ഒരു പ്രൈം സ്പോൺസറാണ് കാക്കനാടുന്ന് അബ്രഹാം ആൻഡ് അന്നയാണ്. താങ്ക് യു അബ്രഹാം ആൻഡ് അന്ന. ഇന്ന് അവർ രണ്ടുപേരുടെയും, അതായത് അബ്രഹാമിൻ്റെ അന്നയുടെ 15ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ്, ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവെ, 15 വർഷം നീ നടത്തിയ കൃപയ്ക്കായി നന്ദി, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി നന്ദി. മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, അതുപോലെ അബ്രഹാമിന്റെ ബിസിനസ്സിൽ ദൈവികമായ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം, ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടുത്തത് ഒരു കീ സ്പോൺസറാണ്, പത്തനംതിട്ടയിൽ നിന്ന് ബ്രദർ വിൻസെന്റ് ആണ്. താങ്ക് യു ബ്രദർ വിൻസെന്റ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, നീ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒപ്പം ഭവനം ലഭിക്കുവാൻ, സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ഭാര്യയും മകനും രക്ഷിക്കപ്പെടുവാൻ, അവർ സ്നാനമേൽക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു സെഷനുണ്ട്, വൈകിട്ട് സെഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് അതിനോടുകൂടെ ജോയിൻ ചെയ്യപ്പെടുകയാണ്. അതുപോലെ നാളെ രാവിലെ സെഷനുണ്ട്, നാളെ വൈകിട്ട് സെഷനുണ്ട്, ഞായറാഴ്ച രാവിലെ എല്ലായിടത്തും ആരാധന നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ ബൈലിംഗൽ സർവീസ് നടക്കുന്നു. അതുകൂടാതെ ഞായറാഴ്ച, മറ്റന്നാൾ രാത്രി നമ്മുടെ പുതുവത്സര ആരാധന നടക്കുകയാണ്. നിങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. അതുകൂടാതെ തിങ്കളാഴ്ച വൈകിട്ട് നമുക്കൊരു പുതുവത്സര ആരാധന തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ, ഈ 2-3 ദിവസത്തിനകത്ത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ കടന്നു വന്ന് അറ്റൻഡ് ചെയ്യാനും പങ്കെടുക്കാനും ഒക്കെയായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഒത്തിരി ദൂരെയാണെങ്കിൽ ഇതിന് ലൈവായിട്ടെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ കാര്യാദികളും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാറ്റി വെച്ച് ഈ 3 ദിവസങ്ങൾ കർത്താവിനോട് കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ വളരെ 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 ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ പറയാം, നമ്മുടെ അസ്ഥികൾക്ക് പോലും ഒരു നറിഷ്മെൻ്റ് കൊണ്ടുവരുന്ന ട്രൂത്ത്സ് ഫ്രം ദ വേർഡ്. പ്രത്യേകിച്ച് യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദ മിസ്റ്ററി ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ നിഗൂഢതകൾ, അതിൻ്റെ പുറകിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടു. അതേ തുടർന്നാണ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു വരാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെ, അതിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൽ, യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആ മനോഭാവം? 6, who being in very nature of God did not consider equality with God something to be grasped. ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ താൻ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തുള്ള സമത്വം താൻ ഗ്രാബ് ചെയ്തില്ല, ഗ്രാസ്പ് ചെയ്തില്ല, മുറുകെ പിടിച്ചില്ല, വിട്ടുകളയാതെ പിടിച്ചുകൊണ്ടിരുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ചില സ്ഥാനമാനങ്ങൾ, നമ്മുടെ പ്രിവിലേജസ്, ഇങ്ങനെയുള്ള പലതും പലപ്പോഴും നമ്മൾ വിട്ടുകളയാൻ തയ്യാറാകണം. പലതിലും നമുക്ക് പ്രിവിലേജസ് കാണും. പക്ഷെ യേശു കർത്താവ് ചെയ്ത് ദൈവം എന്നുള്ള ആ പ്രിവിലേജ് അത് മൊത്തം താൻ അങ്ങ് മാറ്റിവെച്ചു.
എന്നിട്ട് ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു, മനുഷ്യനായി തീർന്നു. അപ്പോൾ ആ ഒരു അന്തരം എന്ന് പറഞ്ഞാൽ ചെറിയ അന്തരമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അന്തരം ചെറുതു വലുതുമാണോ? നിത്യനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഈ വലിയ ദൈവം ലിമിറ്റഡ് ഹ്യൂമൻ ബീയിങ്, ഒരു ഹ്യൂമൻ ബോഡിയിൽ വന്ന് ജീവിക്കുക എന്ന് പറയുന്നത്, പരിമിതികളില്ലാത്ത ദൈവം തന്നെ പരിമിതപ്പെടുത്തി ഒരു കുഞ്ഞു മനുഷ്യനായി ജീവിച്ചു. അൺബിലീവബിൾ. അതാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്റ്റാർ തൂക്കി അല്ലെങ്കിൽ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവധിക്കാലം ആഘോഷിച്ചു. ഇതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുള്ള കാര്യമാണ്, ലോകത്തിൽ നടക്കുന്ന ക്രിസ്മസ് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസാണ്. ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. ഡിസംബർ 25 ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ സാന്റാക്ലോസും ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല. ഈ വെള്ളത്താടിയുള്ള അപ്പൂപ്പനെ എവിടെ നിന്ന് വന്നു? ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഇറ്റ്സ് എ ട്രഡീഷൻ. അതിങ്ങനെ കടന്നുകൂടിയ, ചരിത്രത്തിൽ കടന്നുകൂടിയ ഒരു കാര്യം. ഒരു ബന്ധവുമില്ല. നക്ഷത്രം, പിന്നെ ആ സമയത്ത് ഒരു നക്ഷത്രം ഉണ്ടായി എന്നെങ്കിലും വിചാരിക്കുക. ക്രിസ്മസ് ട്രീയും ക്രിസ്മസുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? നത്തിങ്. കേക്കും ക്രിസ്തുവായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. വൈനും ആ സമയത്ത് യേശു വെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ട്. അതല്ലാതെ ക്രിസ്മസും യേശുവിൻ്റെ ജന്മമായിട്ട് വല്ല ബന്ധമുണ്ടോ? നത്തിങ്. റെഡ് കളറിൽ ഉടുപ്പ് എല്ലാവരും ഇടാറുണ്ട്. ക്രിസ്മസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നത്തിങ്. അവർ തീമാണെന്ന് മാത്രം. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓരോ വർഷവും ക്രിസ്മസ് ട്രീക്ക് പോലെ, ഇപ്പോൾ സാധാരണ പച്ച നിറത്തിലുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് വയ്ക്കുക, പക്ഷേ ഈ വർഷത്തെ തീം അതല്ലെന്ന് ഞാൻ കേട്ടു. ഇത് ഗോൾഡനോ വൈറ്റോ വേറെ എന്തോ ആണെന്ന് കേട്ടു. സോ ഇതെല്ലാം ദിസ് ഇസ് എ പാർട്ട് ഓഫ് ബിസിനസ്, എ കൊമേഴ്സ്യലൈസേഷൻ. ഇതൊക്കെ നടന്നോട്ടെ, മനുഷ്യർ സന്തോഷിച്ചോട്ടെ, അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. പക്ഷേ ക്രിസ്തുവില്ലാത്തൊരു പരിപാടി, ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്മസ്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ എത്ര പേർക്ക് ക്രിസ്തുവുണ്ട്? എത്ര പേർ ക്രിസ്തുവിനോട് ജീവിക്കുന്നു? എത്ര പേർ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ ക്രിസ്തു നൽകുന്ന സൗജന്യ രക്ഷ കൈവശമാക്കിയിട്ടുണ്ട്? ഓ മൈ ഗോഡ്, ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ ക്രിസ്തുവിൽ നിന്ന് അകന്നു മാറിയ ഒരു മനുഷ്യ സമൂഹമാണ്, ഒരു റിലീജിയസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. എനിവേ, ഈ സീസണിൽ നമ്മൾ കാതലായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, ഐ എം ജസ്റ്റ് ത്രോയിങ് ലൈറ്റ് ഓൺ ദിസ് ട്രൂത്ത് ആൻഡ് ഓൺ ദിസ് മിസ്റ്ററി, ദാറ്റ്സ് ഓൾ. എന്നെ ഇതിനൊക്കെ വിരോധിയായിട്ട് ആരും കണക്കാക്കല്ലേ. ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ഈ ക്രിസ്മസ് അർത്ഥവത്താകണം, അതാണ് എൻ്റെ ഉദ്ദേശം. അത്രേ ഉള്ളൂ. ഓക്കെ, നൗ നമ്മൾ വായിച്ചത് 7. ബട്ട് മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്, taking the very nature of a servant, being made in human likeness. അടുത്ത കാണുന്നതാണ്, he made himself nothing. അവൻ തന്നെത്താൻ ഒന്നുമില്ലാത്തവനായി മാറി. എല്ലാം സൃഷ്ടിച്ച ദൈവം ഒന്നുമില്ലാത്തവനായി മാറി. he made himself nothing. അടുത്തത്, taking the very nature of a servant. ചില ട്രാൻസ്ലേഷൻസിൽ taking the very form of a servant. അവൻ ദാസരൂപം പൂണ്ടു, അവൻ ദാസരൂപം എടുത്തു. വീണ്ടും, being made in human likeness, മനുഷ്യ രൂപത്തിലായി, മനുഷ്യ സാദൃശ്യത്തിലായി മാറി. എത്ര പടികളായിട്ടാണ് കർത്താവ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിനുശേഷം പറയുന്ന, and being found in appearance as a man, he humbled himself and became obedient to death, even death on a cross. Oh my God, this is mind blowing. ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ആദ്യം പറഞ്ഞ്, he made himself nothing. He came out of the eternal, spiritual, heavenly realm to a
ടെമ്പററി ഫിസിക്കൽ earthly realm. നിത്യമായ ആത്മീയമായ സ്വർഗീയമായ ഒരു ഉയർന്ന മണ്ഡലത്തിൽ നിന്നും താൻ താഴേക്കിറങ്ങി താൽക്കാലികമായ ദൃശ്യമായ ഭൗതികമായ ഭൗമികമായ ഒരു തലത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഓ മൈ ഗോഡ്! ഞാൻ ജസ്റ്റ് വേറൊന്നും ചിന്തിക്കരുത്, വേറെ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യരുതേ. കോടികളുടെ ആസ്തിയുള്ള, കോടികളുടെ വിലയുള്ള ഒരു ലക്ഷറി വില്ലയിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ വേണ്ട, ഒരു വലിയൊരു കൊട്ടാരം പോലുള്ളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം തോന്നുന്നു എനിക്ക് ഒരു സ്ലമ്മിൽ, ഒരു ചേരിയിൽ പോയി താമസിക്കണം. അപ്പോൾ പെട്ടെന്ന് താൻ തൻ്റെ കോസ്റ്റ്ലി ഡ്രസ്സ് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു സാധാരണ ഒരു വളരെ വില കുറഞ്ഞ ഒരു ഡ്രസ്സൊക്കെ ഇട്ട്, സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് ചേരിയിലേക്ക് പോവുകയാണ്. ആ ചേരിയിൽ പോയി, അപ്പോൾ അവിടെ ചേരിയുടെ അന്തരീക്ഷം എല്ലാവർക്കും അറിയാമല്ലോ. ചിലപ്പോൾ പാട്ടത്തകരങ്ങളും സൈഡിൽ കാർഡ്ബോർഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മറച്ച് ഒരു കുടില് കഴിച്ചപ്പോൾ കുനിഞ്ഞു വേണം അതിലേക്ക് കയറാൻ. ഒരു നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തൊരു ചായ്പിലേക്ക് ചെന്ന് അവിടെ ഒരു 30-33 വർഷം അവിടെ ജീവിക്കുകയാണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഒരു ഭാഗം, ഒരു 30-33 വർഷം ആ ഒരു കുടിലിൽ ചെന്ന് അവിടെയുള്ള ചേരിവാസികളോട് ചേർന്ന് ആ സംസ്കാരം, അവരുടെ ഭാഷകൾ, ഒച്ചപ്പാടും ബഹളവും, കുഞ്ഞുങ്ങൾ കരയുന്നു, ചെളി, മാലിന്യങ്ങൾ, മദ്യക്കുപ്പി, ഒരു ടി വിയിൽ ഇങ്ങനെ സിനിമ ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ്, പുകവലി, ഡ്രഗ്സ്, പീഡനങ്ങൾ, റേപ്പ്, ഇതെല്ലാം നടക്കുന്ന ഒരന്തരീക്ഷത്തിൽ പോയി ഒരു പ്രഭുവായ ഒരു മനുഷ്യൻ, കുലീനനായ ഒരു മനുഷ്യൻ പോയി ജീവിച്ചാൽ ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പാപത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു തന്മാത്ര പോലും, ഒരു ആറ്റം പോലും ഇല്ലാത്ത വിശുദ്ധമായ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ കോടി ദൂതന്മാർ പരിശുദ്ധൻ 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 എന്ന് അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സർവശക്തിയും സർവജ്ഞാനവുമുള്ള ആ ഒരു പ്രിവിലേജ് എല്ലാം ഉള്ളപ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു കുഞ്ഞായി ഒരു ബെത്ലഹേമിൽ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ജനിച്ച് മനുഷ്യര് ഒരു പുരുഷനും സ്ത്രീയുടെ കൈകളിലെടുത്ത് കുളിപ്പിച്ച്, അഴുക്കാകുമ്പോഴൊക്കെ കുളിപ്പിച്ച്, ഫീഡ് ചെയ്ത്, പാല് കൊടുത്ത് ഫീഡ് ചെയ്ത് വളർത്തി, ഉടുപ്പിടിച്ച് വളർത്തി, ഇങ്ങനെ കൊണ്ടുവന്നൊരു മനുഷ്യനെ പോലെ. Can you just imagine? Can you just think about it? This is what Jesus did for us. ഈ പുതുവർഷത്തിൽ പുത്തൻ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും കൂടെ പ്രവേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഇയർ എൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് ക്രോസ് ഓവർ സർവീസ്, വർഷാവസാന ഉപവാസവും പുതുവത്സര ആരാധനയും. ഡിസംബർ 29-30 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും 2 സെഷനുകൾ. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഞായറാരാധനകൾ. അന്നേ ദിവസം രാത്രി 9:30 മുതൽ ആരംഭിക്കുന്ന പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ ഈ 3 ദിനങ്ങളിലും പാസ്റ്റർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ഥലം ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്, എടപ്പള്ളി, കൊച്ചി. He made himself nothing. He made himself nothing. ഒന്നുമില്ലാത്തവനായി മാറി. ഇത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു യുഗം, 10 യുഗം. What is this? ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ദൂതന്മാർ പോലും ഇങ്ങനെ കുനിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു. What is happening in Bethlehem? നമ്മൾ ഇത്രയും നാൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന
ഈ വലിയ ദൈവം തോണ്ട് ബത്ലഹേമിൽ അത് ഒരു റൂം പോലും കിട്ടാതെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ലേബർ റൂം, ഒരു പ്രസവ മുറി പോലും കിട്ടാതെ, ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കിട്ടാതെ, വേണ്ട ഒരു ഹോട്ടലിൽ അഡ്മിഷൻ, ഒരു ലോഡ്ജിൽ പോലും കിട്ടാതെ, ഒരു പശുശാലയിൽ അവിടെ ഒരു കുഞ്ഞായിട്ട് പശുവിൻ്റെ ചാണകത്തിൻ്റെ, മൂത്രത്തിൻ്റെ, മൃഗങ്ങളുടെ ഒക്കെ അന്തരീക്ഷത്തിൽ ജനിച്ച് he made himself nothing. യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ചുമ്മാ എന്നല്ല, ഹൃദയത്തിൽ നിന്ന് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് ടൈപ്പ് ചെയ്യാമോ? യേശുവേ നിനക്ക് നന്ദി, എന്നെപ്പോലൊരു മനുഷ്യനായി വന്നതിന് നന്ദി. അല്ല, ഇനി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ച് നിങ്ങൾ എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഹി മേഡ് ഹിംസെൽഫ് നത്തിങ്, അവനൊരു മനുഷ്യനായി തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. വിയർപ്പ് നാറുന്ന മനുഷ്യരുടെ തൻ്റെ ശരീരം വിയർക്കും, തൻ്റെ ശരീരം ക്ഷീണിക്കുന്നു. ആൻഡ് ജീസസ് ഹാഡ് ടു യൂസ് എ ടോയ്ലറ്റ് എവറി ഡേ, നമ്മളെപ്പോലെ തന്നെ. ഓ മൈ ഗോഡ്, എല്ലാറ്റിലും വലിയ അവനുണ്ടായ പീഡനം എന്ന് പറയുന്നത് പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ എന്നു പേരുള്ള, പാപം എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന പരിശുദ്ധനായവൻ പാപികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. അവനെയും പാപിയായി, പാപികളുടെ കൂട്ടുകാരനായി, ചുങ്കക്കാരുടെ കൂട്ടുകാരനായി, തിന്നിയും കുടിയനും, ഗ്ലട്ടൺ എന്നൊക്കെയാണ് ആളുകൾ വിളിച്ചത്, പെരുവയറൻ, ഗ്ലട്ടൺ, തിന്നും കുടിച്ച് നടക്കുക, ദൈവോത്തരം. ഇതിൻ്റെ എല്ലാം ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിൽ അത് 6 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ജീവിതകാലം, ഈ 33.5 വർഷം ഈ പാപികളുടെ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് പോലും. ഞാൻ പറയാം, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ പുകവലിക്കില്ല. ആകപ്പാടെ ജീവിതത്തിൽ ഈ പുകവലി എന്താണെന്ന് അറിഞ്ഞത് എൻ്റെ ഫാദർ ജീവിച്ചിരുന്ന കാലത്ത് ചില സമയത്ത് എന്നോട് പറയും, എടാ ഈ സിഗരറ്റ് ഒന്ന് കത്തിച്ചേ. ഇപ്പോൾ സിഗരറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തരും, അല്ലെങ്കിൽ ബീഡി ഇങ്ങനെ എടുത്തിട്ട് കത്തിച്ചേടാ, കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പം അന്നത്തെ കാലത്ത് അടുപ്പിൻ്റെ സൈഡിൽ വിളക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും, അപ്പോൾ വലിച്ചോളും. അങ്ങനെ ഒരു ദിവസം എന്തോ ഞാനിങ്ങനെ എടുത്ത് ചുണ്ടിൽ, എന്ത് ഈ പരിപാടി എന്ന് അറിയണോ, അതിനോട് ഒരു വലി വിളിച്ചു. പിന്നെ ഒരു ചുമയും, കണ്ണൊക്കെ എരിയുന്നു, തീ പാറുന്നു, ഒരു ഭീകര അനുഭവമാണ്. തിരിച്ചു നേരത്തെ കൊണ്ടേ കൊടുത്തിട്ട് ഒരിക്കലും തൊട്ടിട്ടില്ല. ഇന്നൊരു സ്മോക്കിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ എയർപോർട്ടിലും പല സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ സ്മോക്കിംഗ് റൂമുണ്ട്. ഇപ്പോൾ പുകവലിക്കേണ്ടവർക്ക് അവിടെ കയറി വലിക്കും. അതിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ ഐ ഹേറ്റ് ഇറ്റ്. അപ്പോൾ ഈ പുകവലിക്കുന്നൊരു റൂമിൻ്റെ അകത്തേക്ക് പുകവലിയെ വെറുക്കുന്ന ഒരാൾ കയറിയാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ പുകവലിക്കുന്ന കമ്പാർട്ട്മെൻറ്റിനകത്ത് പുകവലിക്കാരനല്ലാത്ത ഒരാൾ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താലുള്ള അനുഭവം എന്തായിരിക്കും? സഫക്കേറ്റിംഗ്. ഇതാണ് യേശു ഈ 33.5 വർഷം തൻ്റെ മരണം വരെ അനുഭവിച്ചത്. അൺതിങ്കബിൾ. ഇറ്റ് ഈസ് അൺതിങ്കബിൾ. ഇറ്റ് ഈസ് ലൈക്ക് എംപ്റ്റിയിങ് എ പോട്ട് ഓഫ് വാട്ടർ. ഒരു പാത്രത്തിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല. എംപ്റ്റീഡ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഒന്നുമില്ല. ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. ടൈപ്പ് ചെയ്തേ, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓ മൈ ഗോഡ്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. He was made in human likeness. He was not a human, but he became a human being, a homo sapien. അതിൻ്റെ അർത്ഥം he deliberately entered into human history. മാനവ ചരിത്രത്തിലേക്ക് അവൻ മനഃപൂർവ്വമായി രംഗപ്രവേശം ചെയ്തു. ഇതാ വരുന്നു. എന്തിന്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടി. ഇതാ ഞാൻ വരുന്നു. ദാ പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും. ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഐ എം കമ്മിങ്. ഹി ബിക്കേം എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററി.
അതിൻ്റെ അർത്ഥം ഹി ചേഞ്ച്ഡ് ഹിസ് ഡ്രസ്. 104 സങ്കീർത്തനമാണെന്നുണ്ട്, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ഹിസ് ഗാർമെന്റ് വാസ് ഗ്ലോറി, ഹിസ് ഗാർമെന്റ് വാസ് ലൈറ്റ്. ഞാൻ ഈ കോട്ടൺ അല്ലെങ്കിൽ നൂല് ഒക്കെയുള്ള ഒരു വസ്ത്രം, ക്ലോത്തല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ഇട്ടിരിക്കുന്നത്. കർത്താവ് ധരിച്ചിരുന്നത് ബ്രൈറ്റ് ലൈറ്റാണ്, ലൈറ്റാണ് തൻ്റെ ഡ്രസ്സായിട്ടിരിക്കുന്നത്. ഹി ചേഞ്ച്ഡ് ഹിസ് ഡ്രസ്. നമ്മൾ മനസ്സിലാക്കണം, മാൻ വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. Now Jesus came in the image and likeness of man so that he could redeem the image and likeness of God that man had lost. മനുഷ്യൻ ഒരിക്കൽ നഷ്ടപ്പെട്ട ദൈവസ്വരൂപവും സാദൃശ്യവും തിരിച്ചെടുക്കാൻ വേണ്ടി ദൈവസ്വരൂപത്തിലിരിക്കുന്ന ദൈവപുത്രൻ മനുഷ്യ സ്വരൂപത്തിലേക്ക് വന്നു. ഇതിന്റെ റിഡംഷന് വേണ്ടിയിട്ടാണ് കർത്താവ് ചെയ്തത്. 104 സങ്കീർത്തനത്തിന്റെ 1-2 വചനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. Praise the Lord, O my soul. O Lord, my God, you are very great. You are clothed with splendor and majesty. He wraps himself in light as with a garment. He stretches out the heavens like a tent. എൻ്റെ മലയാളം നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമായിരിക്കും. I don't know how to explain this. എബ്രായലേഖനം 2:9 പറയുന്നത് ഇങ്ങനെ, We see Jesus, who was made a little lower than the angels, now crowned with glory and honor because he suffered death, so that by the grace of God he might taste death for everyone. എല്ലാവർക്കും വേണ്ടിയ മരണം അവൻ ടേസ്റ്റ് ചെയ്തു. Oh God, this is amazing. This is unthinkable. This is not comprehensible. I feel like worshiping him right now. നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി കഴിഞ്ഞാൽ തന്നെ കുറച്ച് നേരം ദൈവത്തെ ആരാധിക്കണേ, കുറച്ച് നേരം ദൈവത്തെ കർത്താവിനെ വർഷിപ്പ് ചെയ്യണം, താങ്ക് യു പറയണം. വീണ്ടും കുറച്ച് നേരം കൂടെ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, യേശുവേ നന്ദി, യേശുവേ നീ ഇങ്ങനെ മനുഷ്യനായി വന്നതിനായി, തന്നെത്താൻ ഒഴിച്ച് ഒന്നുമില്ലാത്തവനായി മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി വന്നതിന് നന്ദി എന്ന് പറയാം. ഓക്കെ, വേഗത്തിൽ നമുക്കൊരു സാക്ഷ്യം കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ബ്രദർ ഈ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് വിജയമ്മ എന്നാണ്. തനിക്ക് 63 വയസ്സുണ്ട്. പക്ഷെ അതിനു മുമ്പ് ബ്രദർ ഇടത്തെ കയ്യിലെ ചെറുവിരലിലേക്കൊന്ന് നോക്കണം. എവിടെ? ശരിക്ക് ആ നഖത്തിൻ്റെ ഭാഗത്ത് ഒന്ന് നോക്കണം. ഇപ്പോഴാണ് അത് അങ്ങനെ ആയത്, ഇതിനു മുമ്പ് അവിടെ അങ്ങനെ ആയിരുന്നില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു 139 സങ്കീർത്തനം 13 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞത്. എങ്കിൽ ആ വചനപ്രകാരം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സൗഖ്യദായകനെ യേശു കർത്താവ് അത് പൂർത്തീകരിക്കും, അവൻ സൗഖ്യം നൽകുമെന്നുള്ളൊരു സാക്ഷ്യം പറയുവാനാണ് വിജയമ്മ എന്ന് പറയുന്ന അമ്മച്ചി ഇവിടെ നിൽക്കുന്നത്. അമ്മച്ചി പറയുന്നത് 2016 അവസാനമായപ്പോൾ തൻ്റെ ഇടത് കയ്യിലെ ആ ചെറുവിരലിൻ്റെ ഈ ഭാഗം വല്ലാതെ വേദന എടുക്കാൻ തുടങ്ങി, നീണ്ട ഒരു മാസത്തിനടുക്ക്. എന്നിട്ട് വല്ലാത്തൊരു നിറവ്യത്യാസമൊക്കെ വന്നു. പതുക്കെ അവിടുത്തെ നഖം പൊടിയാൻ തുടങ്ങി. പിന്നെ അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങി. വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം എടുക്കുന്ന ആരാണ്? പക്ഷേ ഈ 63 വയസ്സിലും ഈ അമ്മച്ചി തന്നെയാണ് വീട്ടിലെ എല്ലാ ജോലികളും എടുക്കുന്നത്. പ്രയാസം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ജോലി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ആൻറ്റി നമ്മുടെ TV പ്രോഗ്രാം എല്ലാം കാണുന്ന ആൻറ്റിയാണ്. ഇതിനിടയിൽ ഒരു ദിവസം ഇവർ നമ്മുടെ പ്രെയർ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രദറും ഷമാൻറ്റിയും ആ സമയത്ത് TV-യിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അതിനിടയിൽ ഷമാൻറ്റി ഇങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു ആൻറ്റിയുടെ നഖം ഇങ്ങനെ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ അത് പറഞ്ഞു, ഷമാൻറ്റി അത് വിളിച്ചു പറഞ്ഞു, നഖം ഇങ്ങനെ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. 2 രീതിയിലാണ് ഇത് ചെയ്യാവുന്നത്.
ഒന്നുകിൽ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നഖം പറിച്ചു കളയണം, മുഴുവൻ കളയണം. കാരണം പൊടിഞ്ഞു പോകുന്ന നഖം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സംഭവം നടക്കുന്ന ഉച്ചയ്ക്കാണ് ആൻറ്റി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. വൈകുന്നേരമായപ്പോൾ ഒരു ഡോക്ടറെയും കാണേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. തന്നെ അവിടെ ആ പൊടിഞ്ഞുകൊണ്ടിരുന്ന നഖം തന്നെ ഇളകിപ്പോയി. ഇളകിപ്പോയി. വേദന ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, അത് തന്നെ അങ്ങോട്ട് പോയി. അതോടുകൂടി ആൻറ്റിയുടെ കയ്യിലെ വേദനയും പോയി, അവിടെയുണ്ടായ അസ്വസ്ഥതയും പോയി. ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമായി, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ബ്രദറിനെ ആ ചെറുവിരലിൽ കാണിച്ചത്. അവിടെ ഒരു പുത്തൻ നഖമാണ്, ഒരു കുഴപ്പവും വന്നതുപോലെ കാണുവാനില്ല. നമ്മുടെ യേശു കർത്താവ് ആ പോയ നഖത്തിൻ്റെ സ്ഥാനത്ത് നല്ലൊരു നഖമാണ് അവിടെ കൊടുത്തത്. ആ ശരീരത്തെ അല്ലെങ്കിൽ ആ ചെറുവിരലിനെ യേശു കർത്താവ് സൗഖ്യമാക്കി. 63-ാമത്തെ വയസ്സിൽ പുതിയൊരു നഖം മുളച്ചു വന്നു. ദാറ്റ്സ് ഗുഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ്, ഈ അത്ഭുതത്തിനായി നന്ദി. ഇതുപോലെ പ്രയാസത്തിലായിരിക്കുന്ന ആരെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവം ചെറുതോ വലുതോ അതുപോലും അറിയുന്ന കർത്താവ് അവരുടെ മധ്യത്തിലും സൗഖ്യങ്ങൾ നൽകണമേ. അതുപോലെ പല മാധ്യമങ്ങളിൽ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായി ലോകമെമ്പാടും വിവിധ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, ശരീരത്തിലെ അവയവങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിൻ ടുഡേ പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന ട്രിവാൻഡ്രം. പാസ്റ്റർ ഡാമിയനും കുടുംബവും ശുശ്രൂഷിക്കുന്നു. ജനുവരി 1 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ. സ്ഥലം ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, ട്രിവാൻഡ്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996001 or 8111996014. പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ വിടുതലുകൾ ഉണ്ടാകട്ടെ, ജോയിൻറ്റ് പെയിനുകൾ സൗഖ്യമാകട്ടെ, വാദസംബന്ധമായ രോഗങ്ങൾ, സന്ധിവാദം പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ. മദ്യപാനത്തിൽ നിന്നും അതുപോലെ അവസ്ഥകളിൽ നിന്നും വിടുതലുണ്ടാകട്ടെ. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. വിവാഹം കഴിയേണ്ടവർക്കായി, ഭവനം വേണ്ടവർക്കായി, ജോലി വേണ്ടവർക്കായി ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിക്കാം. കർത്താവെ, എന്ത് പ്രയാസത്തിലാണ്, എന്ത് ആവശ്യത്തിലാണ്, അതിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.